അതൊരു കട്ടൻ എടുക്കാൻ പറ. നമസ്കാരം. ജീവൻ ഉണ്ടോടാ സുശീല? ഫ്രഷാ, ഇപ്പൊ കിട്ടിയതാ. എന്നാ പിന്നെ തിണ്ണയിലോട്ട് എടുത്ത് വെച്ചേക്ക. എന്നെ കൊണ്ട് ഇപ്പൊ പിടിക്കാനും വലിക്കാനും ഒന്നും വയ്യ. വേണ്ട, ശരിക്കും കൊണ്ടോടാ. അവന്മാരടിച്ച് പരിപ്പിളക്കിട്ടുണ്ട്. അതെടുത്ത് കറി വെച്ചാ മതി. ഉച്ചക്ക് ചോറിന് കൂട്ടാ. ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടെ ഇല്ലാതാവുമല്ലോ എന്റെ കന്നട്ട ഭഗവതി. വാ, വന്ന് കുളിച്ച് വല്ലതും കഴിക്കാം. നീ ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും. ആരടാ നിന്നെ തല്ലിയത്? പറഞ്ഞു കൊടുക്കടാ. മൂന്നും കൂടെ മൂക്കുമുട്ട തിന്നും വെച്ചേ ഏമ്പക്കം വിട്ട് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. പുഞ്ചേരി എല്ലിനിടെ കയറുന്ന സമയമാ. അമ്മയൊന്നും ഉണ്ടായിരുന്നു. എന്നതാടാ നിന്റെ നാക്ക് വരെ അടിച്ചോടിച്ചോ? ആരാന്ന് വെച്ചാ പറയടാ. പറഞ്ഞിട്ട് എന്നാത്തിനാ? ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ. കിട്ടിയ തല്ലും പോരാ, കയ്യിലെ കാശ് കൊടുക്കളേണ്ട കാര്യമില്ലല്ലോ. നീ വാ, നല്ല ചൂടുവെള്ളത്തിൽ അമ്മ ഇച്ചിരി എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഓ, കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര്. നീർക്കെട്ട് മാറട്ടെ. എടാ, നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ. ഉവ്വ, ഇവനെ അടുക്കളക്കകത്ത് ഇരുത്തിയാലേ മൂന്നും കൂടെ പട്ടിണി കിടന്ന് ചാവും. അത് മറക്കണ്ട.